ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മെൽബണിലേക്ക് ഒരു ചെറിയ ട്രിപ്പാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ 2 മണിക്കൂറുണ്ട് മെൽബൺ എന്ന് പറയുന്നത്. ഏകദേശം 100 കിലോമീറ്ററിനടുത്തുണ്ട്. പക്ഷേ ഇന്ന് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ നേരത്തെ അങ്ങ് എത്തും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട്. പുള്ളി ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ ഒന്ന് മീറ്റ് ചെയ്യണം. മാത്രമല്ല ഇന്ന് വൈകുന്നേരം യൂണിയൻ ബോർഡിൻ്റെ മീറ്റിങ്ങും ഉണ്ട്, ഡിന്നറും ഉണ്ട്. അത് പങ്കെടുക്കണം. അങ്ങനെ 2-3 പരിപാടികളാണ് ഇന്ന് മെൽബണിലുള്ളത്. മെൽബണിൽ ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ ദൂരം. അതുകൊണ്ട് എപ്പോഴും പോക്ക് പരിപാടികളൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പോകുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് എത്തുകയാണ്. സിറ്റിയിലോട്ട് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് നേരത്തെ മുഴുവൻ ഇത്രയും ഭംഗിയൊന്നുമില്ലായിരുന്നു. ഈ ദിവസങ്ങളിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ഒരു 6 മാസത്തിനുള്ളിലാണ് ഇത്രയും നല്ലൊരു കൺസ്ട്രക്ഷനും സെറ്റപ്പൊക്കെ ഇവർ ഉണ്ടാക്കിയത്. നല്ല ഭംഗിയായിട്ട് പണിതിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സൗണ്ട് ബാരിയേഴ്സൊക്കെയാണ് ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന ആ ചില്ലിട്ടതൊക്കെ. കാരണം അപ്പുറത്തൊക്കെ വീടുകളായിരിക്കും. ആ വീടുകളിലേക്ക് ഈ റോഡിലെ സൗണ്ട് ചെല്ലാതെ ഒരു പ്രത്യേക ആംഗിളിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ട് നേരെ മുകളിലോട്ട് പോകത്തക്കവണ്ണമുള്ളൊരു പരിപാടിയാണ്. മെൽബൺ സിറ്റിയിലേക്ക് ജിലോങ്ങിൽ നിന്ന് വരുമ്പോൾ കയറുന്ന ഒരു വലിയ ബ്രിഡ്ജുണ്ട്. ഇതിൻ്റെ പേര് വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ് എന്നാണ്. വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ വളരെ വലിയൊരു ബ്രിഡ്ജാണ് ഈ വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ്. ആ വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ മെൽബണിൻ്റെ മനോഹരമായ സിറ്റി സ്കേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. നേരെ കാണുന്നതാണ് വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ്. നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നു. നേരെ മുകളിലോട്ട് പോകുന്ന ഒരു ബ്രിഡ്ജ് കാണാവുന്നുണ്ട്. അതാണ് വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ്. ഇവിടുത്തെ ഐക്കോണിക് സ്ട്രക്ചറാണ് ഈ വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടണൽ ഈ വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ അവർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസുകളാണ് ഈ കാണുന്ന സ്ട്രക്ചറുകളെല്ലാം. W2 onto Westgate Freeway and Street 55 towards Out 1. നല്ല പളപളാന്ന് കിടക്കുന്ന റോഡും മിനുമിനാന്നുള്ള ബിൽഡിങ്ങുകളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ സിറ്റിയാണ് മെൽബൺ. അപ്പോൾ വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് തൊട്ട് വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചെറിയൊരു ബ്രിഡ്ജാണ്. അത് എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്നവർ നേരെ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന ഒരു ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നതാണ് വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജ്. നിങ്ങൾ ഈ വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഇടത്ത് വശത്തൊക്കെയുള്ള ഈ ബാരിയേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ വന്ന കാലത്തൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം എപ്പോഴോ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ചൂസ് ചെയ്തതോടെയാണ് ഇതിന് ഇങ്ങനെ ഒരു ഇത്രയും പൊക്കമുള്ള ഒരു ബാരിയർ അവരുണ്ടാക്കി വെച്ചത്. ഒരാൾ കുടുംബകലഹം വളരെ മൂർച്ഛിച്ച് മരിക്കാൻ തീരുമാനിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് 3 വയസ്സും 6 മാസവും 10 വയസ്സുമാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ട് പുള്ളി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അത് വളരെ മെൽബൺ ജനതയെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിനുശേഷമാണ് ഇവർ ഇത്രയും പൊക്കത്തിലൊരു ഗാർഡിങ് സിസ്റ്റം ഉണ്ടാക്കിയത്. ഇതിൻ്റെ മുകളിൽ കയറി അതിനപ്പുറത്തോട്ട് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അതിൻ്റെ മുകളിൽ കയറാൻ തന്നെ ബുദ്ധിമുട്ട്. അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പാത്തി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറാൻ ബുദ്ധിമുട്ട്. അങ്ങനെയൊന്നും കയറി അത്രയ്ക്കൊന്നും ഇതെടുക്കത്തില്ല. അതിന് മുമ്പ് തന്നെ പോലീസുകാർ കണ്ടുപിടിക്കും. കാരണം ഇത് കംപ്ലീറ്റ്ലി എപ്പോഴും ഫ്ലോ ഉള്ള റോഡാണ്. ഒരിക്കലും ഒരു വണ്ടി ഇതിനെ നടുക്ക് നിർത്തിയിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു വണ്ടി സ്റ്റോപ്പായെങ്കിൽ അന്നേരം കോൾ ചെയ്യും, അന്നേരം പോലീസ് വന്ന് കണ്ടുപിടിക്കും. അതാണ് അതിൻ്റെ പരിപാടി. അങ്ങനെ മെൽബണിൻ്റെ സിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. വെസ്റ്റ്ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അവസാനം തൊട്ടാണ് മെൽബൺ തുടങ്ങുന്നത്. മെൽബണിൻ്റെ സിറ്റി ആണ് നിങ്ങൾ നേരെ കാണുന്നത്. സിറ്റി സ്കേപ്പ് എന്നാണ് പറയുന്നത്. മെൽബണിൻ്റെ മനോഹരമായ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ നമുക്കവിടെ കാണാൻ പറ്റും.
നമ്മുടെ ഈ സൈഡ് വഴി പോകുന്ന ആ വല്ലാത്തൊരു പെയിൻ്റ് അടിച്ച ആ കാറാണ് ടെസ്റ്റ് കാറുകളാണ്. പുതിയതായിട്ട് ഇറങ്ങുന്ന മോഡലുകൾ ഇവരാദ്യം സിറ്റിയിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഓടിച്ച് സിറ്റി ഡ്രൈവൊക്കെ ചെയ്ത് എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഓടിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഫോട്ടോ എടുത്താലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസൈൻ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അങ്ങനെ റോഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ താരം. അദ്ദേഹം നമ്മുടെ ഖത്തറിൽ നിന്നുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ അതാണ് ഇപ്പോഴത്തെ പരിപാടി. ചോദിച്ചാൽ എങ്ങനെയുണ്ട് മെൽബണിൽ തിരിച്ചു വന്നിട്ട്? ഖത്തറിലെ ലൈഫും മെൽബണിലെ ലൈഫും ഇവിടെ തിരിച്ചു വന്നിട്ട് hot and cold. ഖത്തർ ഭയങ്കര ഹോട്ടാണല്ലേ. 55 degrees. പക്ഷെ എല്ലാരും വണ്ടിക്കകത്തും ഒക്കെ എ സി ഉണ്ട്. അവിടെയാണ് ഫിഷ് മാർക്കറ്റിൽ പോലെ എ സി ആണല്ലേ. അല്ലേ ഫിഷ് കഴിക്കായി പോകും. അതൊരു പോയിന്റ് ആണ്. മെൽബൺ is really boomed actually. മാറിയല്ലേ, നന്നായിട്ട് മാറിയിട്ടുണ്ട്. It's boomed actually. You can see the booming here. ഒത്തിരി സിറ്റി ജില്ലകളിലോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ അവര് റീകൺസ്ട്രക്ഷനും ഭയങ്കര പിന്നെ ഇവര് ഒരു ടണൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിന് അടിയിൽ കൂടെ. അണ്ടർ വാട്ടർ ടണൽ. അണ്ടർ വാട്ടർ ഭയങ്കര പരിപാടിയൊക്കെയാണ്. നമ്മുടെ ദുബായിന്റെ പോലെ അവിടെ അണ്ടർ വാട്ടർ. അത് പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇവര് ഇങ്ങനെ ചെയ്യുന്നത്. നടക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നൊരു 4-5 years ആയി എന്റെ കൺസ്ട്രക്ഷൻ. നമ്മള് ആക്ച്വലി ആഫ്റ്റർ ശരിക്കും പറഞ്ഞ 10-15 years ആയിരുന്നു അല്ലേ? ഓൾമോസ്റ്റ് 15 years. ഞങ്ങള് 15 years കഴിഞ്ഞിട്ടാണ് കാണുന്നത്. നേരത്തെ റോഷൻ ഇവിടെ വൺ ഓഫ് ദ ബൂമിങ് എന്താ പറയാ ബിൽഡറും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് ബിൽഡിങ്ങിന്റെ ഒക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നതോടെ അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം ഖത്തറിലായിരുന്നു. അപ്പോൾ അത് നോക്കാനായിട്ടൊക്കെ ആയിട്ട് പോയതാണ് റോഷൻ. അപ്പോൾ ഏകദേശം അതെല്ലാം പോയി എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്തു, റെഡിയാക്കി. ആള് പരിപാടിയെല്ലാം സെറ്റിലായി തിരിച്ചു വന്നിരിക്കുകയാണ് മെൽബണിന് കീഴടക്കാൻ. അല്ലേ? അടുത്ത ലെവൽ നെക്സ്റ്റ് ലെവൽ ഈസ് ഹാപ്പനിങ്. സോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. വെതർ ഇവിടെ ആദ്യം വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇല്ല, നമ്മുടെ നാടല്ലേ. അതല്ല, ആദ്യം വന്നപ്പോ തണുപ്പ് ചൂടിന്ന് തണുപ്പിലോട്ട് വളരെ സന്തോഷമായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കെയിം ഈ എയർപോർട്ടിന് ഇറങ്ങി. ഞാൻ ആക്ച്വലി ഫിലിപ്പിനെ നോക്കുമായിരുന്നു, വരുന്നുണ്ടോ എയർപോർട്ട് വരുന്നത്. ഐ വാസ് റിയലി എക്സ്പെക്ടിങ്. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ സ്റ്റാർബക്സിൽ ജസ്റ്റ് ഇരിക്കുമായിരുന്നു ഒരു 10-20 minutes. ചുമ്മാ ആൾക്കാരും ആ മൂവ്മെന്റും വൈബ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ലൈക്ക് എ വെസ്റ്റേൺ നേഷൻ. മലേഷ്യ ഞാൻ പോകുന്ന എല്ലാം ഈ ദുബായ്, ഖത്തർ, ഇന്ത്യ, മലേഷ്യ, ആഫ്രിക്ക. സോ കൂടുതലും അങ്ങനത്തെ ഒരു ക്രൗഡാണ്. സോ ദെൻ വെൻ യു സഡൻലി സോ like I felt like a very new person in this system. So that was good. I felt back. Back. Yeah. So നല്ലൊരു ഇതാണ്. അപ്പോൾ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് നാൻഡോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ ഫേവറേറ്റ് ജോയിന്റ് ആണ്. അതെ, ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ പോലെ എരിവും പുളിയൊക്കെയുള്ള ചിക്കൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൂടെ കിട്ടുന്നത് ചോറല്ലെന്നുള്ളതേ ഉള്ളൂ. ചോറ് നമുക്ക് തന്നെ വേണ്ടതാണ്, ചിപ്സ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ നാൻഡോസ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതാ അവിടെ മെനു. ആക്ച്വലി നാൻഡോസ് നാട്ടിലുണ്ട്. നാട്ടിലില്ല, ബാംഗ്ലൂരിലുണ്ടായി അല്ലേ? ഇത് നാൻഡോസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മുടെ ലുലു മാളിന്റെ അകത്ത് നാൻഡോസിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഇതുപോലെ തന്നെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. എനിക്ക് ട്രൈ ചെയ്ത്. അപ്പോൾ അതല്ലാതെ അതാണ് നാട്ടിന്റെ ഒരു ഓർമ്മകളാണ്. കാരണം ഇവിടെ കിട്ടുന്ന എല്ലാം ഒരുമാതിരി എരിവും പുളിയില്ലാത്ത വൃത്തിയായിട്ട സാധനമല്ല കിട്ടും. അപ്പോൾ പറയുന്നത് ഓസ്ട്രേലിയൻസിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് അല്ലാത്ത ഒരു ഫുഡ് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ അകത്തൊരു നമ്മളിവിടെ പ്ലേറ്റ് ഒക്കെ പോയി തന്നെ എടുക്കണം. അങ്ങനെ പരിപാടി. ഇവിടെ എല്ലാം സെൽഫ് സർവ് ആണ്. സാധനങ്ങളെല്ലാം പോയി എടുക്കണം. സ്വന്തമായിട്ട് എടുത്ത് വന്ന് നമ്മൾ തന്നെ കഴിക്കണം. അതാണ് പരിപാടി.
ഇവിടെ ഉള്ളത് മെയിനായിട്ട് ചിക്കനാണ്. ചിപ്സുണ്ട്, ചിപ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കനും ചിപ്സും ആണ് ഇവിടെ കഴിക്കുന്നതിൽ മെയിനായിട്ടുള്ള സംഭവം. പിന്നെ കോൾസ്ലോ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചോറുണ്ട്, ചോറും ഉണ്ട്. പക്ഷേ അത് സ്പൈസി റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്, അത്ര ഒരു സുഖമില്ലാത്ത പരിപാടി. അപ്പോൾ ഇത് ബേസിക്കലി പോർച്ചുഗീസ് ഫുഡാണ്, പോർച്ചുഗീസ് ടേസ്റ്റാണ് കാര്യങ്ങളെല്ലാം. അവർ നമ്മളോട് ചോദിക്കും എത്ര ഹോട്ട് വേണം എന്നൊക്കെ ചോദിക്കും. ഹയസ്റ്റ് അല്ല, എക്സ്ട്രാ ഹോട്ട് അല്ല എടുത്തത്. ഇപ്പം എനിക്കറിയില്ല റോസ്റ്റിൻ്റെ ഹോട്ട്നെസ് ഞാൻ എക്സ്ട്രാ ആയിട്ടുള്ള എടുക്കാൻ. Awesome, thank you. Beautiful. That's a coleslaw here. കോൾസ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെ ക്യാബേജ് ഒക്കെ ഇട്ട് വരുന്നൊരു ഡിഷാണ് കോൾസ്ലോ. അതും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങളിവിടെ കഴിക്കാനായിട്ട് കയറി പിന്നെ തൊട്ടടുത്ത് തന്നെ കണ്ട ഒരു സംഭവമാണ്. ഓസ്ട്രേലിയയെ കഴിവതും ഡൗൺ അണ്ടർ എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അടുത്ത സ്ഥലത്തുള്ള അല്ലെ അടിയിലുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ, അതായത് ഗ്ലോബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണല്ലോ ഓസ്ട്രേലിയ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡൗൺ അണ്ടർ എന്ന് പൊതുവെ ഓസ്ട്രേലിയയെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ഈ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഡൗൺ അണ്ടർ എന്നാണ്. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഒരു വീട് ഇവർ നേരെ തിരിച്ച് ഉണ്ടാക്കി വെച്ചു. ശരിക്കും പറഞ്ഞാൽ അത് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാലും അതൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്നുള്ളൊരു ചിന്ത. ഇത് ഓസ്ട്രേലിയയിലെ തന്നെ ആദ്യത്തെ സ്ട്രക്ചറാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വീട് നേരെ ഓപ്പോസിറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തറയെല്ലാം താഴെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ ഇൻറ്റേർണലി ഫുൾ ഓപ്പോസിറ്റാണ്. നമ്മൾ വീടിൻ്റെ റൂഫ് വഴിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ടോയ്സൊക്കെ ഇവർ മുകളിലായിട്ടാണ് വെച്ചേക്കുന്നത്. മുകളിൽ നിന്ന് തലയും കുത്തിയിരിക്കുന്ന ഒരു വീട് പോലെയാണ്. ഒരു പിക്ചറുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നൈസ് ഐഡിയ അതോ. കുറച്ച് ഫ്ലിക്കറുണ്ട് ഇവിടെ, ലൈറ്റിൻ്റെ പരിപാടി. അതൊരു ടോയ്ലറ്റാണ് കേട്ടോ, തല കുത്തിയ ടോയ്ലറ്റ്. ഒരു ടോയ്ലറ്റ് ഫുള്ള് ആ രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാകുന്നത്, ഭയങ്കര ഫ്ലിക്കറാണ് കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റഡി ഏരിയ ആണ്. ബെഡ്റൂമാണ്, അതും അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു സിറ്റിംഗ് സ്പേസ്. ഓഷൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഇതിന് താഴേക്ക് റോഡാണ്. ബുക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മെൽബൺ സിറ്റിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ്. നിങ്ങൾ മെൽബണിലാണെങ്കിൽ ഇത് കുട്ടികൾക്ക് വന്ന് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. ഖമൻഹാവലോ. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് പണി പാലും വെള്ളത്തിൽ കിട്ടിയത്. അതായത് വീടിങ്ങനെ തല തിരിഞ്ഞ് നിൽക്കുകയല്ലേ. തല തിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറും ഭയങ്കര ഒരു ഡിസി ഫീലിംഗ്. പണി പാലും വെള്ളത്തിൽ കിട്ടുക, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, പണി പാലും വെള്ളത്തിൽ കിട്ടുക.
ഈ വേർഡ് ശരിയായിട്ട് പറഞ്ഞാൽ ഒത്തിരി പഴയ വേർഡൊന്നുമല്ല, പുതിയതായിട്ട് വന്നൊരു ഇതാണ്. അതായത് 90, 2000-ങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം വന്ന ഒരു വേർഡാണിത്, ഒരു സെൻറ്റൻസ് ആണിത്, പണി പാലും വെള്ളത്തിൽ കെട്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പണി കിട്ടി എന്ന ഒരു കാര്യം, അതായത് പണി കിട്ടി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇച്ചിലൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പാലും വെള്ളത്തിൽ പണി കിട്ടി എന്ന് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഈ പാലും വെള്ളം അവിടെ വന്നത്? അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് പാലിനെ പറ്റി പറയേണ്ടി വരും. പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആദിമകാലം മുതൽ ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ് പശുവിൻ്റെ, അതായത് പശുക്കളെ വളർത്തുക, പാല് വിൽക്കുക എന്നുള്ളത്. ചില ആൾക്കാർ പാലിൻ്റെ അകത്ത് വെള്ളം ചേർത്ത് വിൽക്കും, അതായത് അളവ് കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേന് പൈസ കൂടുതൽ കിട്ടുന്നത്, ചെറിയ കറപ്ഷൻ നടത്തുന്ന പരിപാടി. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് സൊസൈറ്റികളിലൊക്കെ ഇപ്പോൾ ഓരോ മാതിരി പുതിയ ടെക്നോളജികൾ വരും, പക്ഷേ അതിനെ കവർ ചെയ്യാനായിട്ട് വേറെ പരിപാടികൾ കണ്ടുപിടിക്കും, പിന്നെ പുതിയ ടെക്നോളജികൾ ഇങ്ങനെ വരിക. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്ത ഒരു കാര്യം ഈ പാലും വെള്ളത്തിൻ്റെ കാര്യത്തിൽ, അതായത് പാലിൽ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ പാഴായി എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് ആ പണി പാലും വെള്ളത്തിലാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ പാലിനെ ബേസ് ചെയ്ത് ആ പണി എനിക്ക് കിട്ടിയത് പാലും വെള്ളത്തിലാണെന്നുള്ള രീതിയിൽ. സെക്കൻഡ് ഇതിനെ വന്നത് പണി കിട്ടി എന്നതിനെ ബേസ് ചെയ്ത്, അതായത് പണി കിട്ടിയതിന് സ്ട്രെസ് കൊടുത്തുകൊണ്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം, അതായത് പണി പാലും വെള്ളത്തിൽ കിട്ടി എന്നുള്ളത്. അതായത് എനിക്ക് പണി കിട്ടി, അത് ഏറ്റവും ചെറിയ കാര്യത്തിൽ കിട്ടി എന്നുള്ളതാണ്. അതായത് പാലും വെള്ളം എന്ന് പറയുന്നത് നിർദോഷമായ ഒരു ഡ്രിങ്ക് ആയിട്ടാണ്, ഒരു പാനീയമായിട്ടാണ് ആൾക്കാർ കരുതുന്നത്. കാരണം ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവർ പാലും വെള്ളം എന്ന് പറയുന്നത് ശരീരത്തിന് ദോഷമുണ്ടാക്കാത്ത കാര്യമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ പാലും വെള്ളം കുടിച്ചെന്ന് വിചാരിക്കുക, അത് നമ്മുടെ വയറ്റിൽ പിടിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ആ ഒരു ചെറിയ നിർദോഷമായ കാര്യം ചെയ്തിട്ട് എനിക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ടായി എന്നുള്ള അർത്ഥത്തിലും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത് ശരിയായിട്ട് പറയുന്നത് പ്രതീക്ഷിക്കാതെ നിർദോഷമായി ചെയ്ത ഒരു പ്രവൃത്തി മുഖാന്തരം ഒരു ചതി സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലും ഇത് പറയാറുണ്ട്. ഓക്കെ, എനിക്കിട്ട് ഈ പണി കിട്ടുക എന്നുള്ളതും ഈ ലേറ്ററായിട്ട് വന്നിരിക്കുന്ന ഒരു വേർഡാണ്. പണി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജോബാണ്, അപ്പോൾ ജോലിയാണ്. അപ്പോൾ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമില്ല, പക്ഷേ റോങ് ആയിട്ടൊരു പണി കിട്ടുക എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു തെറ്റുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെറിയ നിർദോഷമായ ഒരു കാര്യം ചെയ്തിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടായി, അത് എനിക്ക് ദോഷമായി ഭവിച്ചു എന്ന അർത്ഥത്തിലാണ് പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് പറയുമ്പോഴത്തേന് ഇത് ചിന്തിക്കുമല്ലോ. ഒന്ന് പാലിനെ ബേസ് ചെയ്ത് പറയും, അതായത് പാലിന് ഒരു വർക്ക് ചെയ്തു, പാലിന് വേണ്ടി കഷ്ടപ്പെട്ടു, രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്നു, അതെല്ലാം ചെയ്തു, അതിനുശേഷം വെള്ളം ഒഴിച്ചത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിടിച്ചു, ആ പണി കിട്ടിയത് എനിക്ക് ഈ പാലും വെള്ളത്തിലാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പണിയെ ഉദ്ദേശിച്ച് പറയും, അതായത് ഈ പാലും വെള്ളം കുടിച്ചിട്ട് എനിക്ക് പണി കിട്ടി എന്നുള്ള രീതിയിലും പറയും. രണ്ട് രീതിയിലും ഇതാണ് എൻ്റെ ബേസിക് മീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ നിർദോഷമായ ഒരു കാര്യം ചെയ്തിട്ട് അത് എനിക്ക് ചിന്തിക്കാത്ത രീതിയിൽ ദോഷമായി വന്ന് ഭവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടൻ എന്നുള്ള വേർഡാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് യമണ്ടൻ പ്രേമകഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടിപൊളി എന്നൊക്കെ പറയുന്ന പോലെ യമണ്ടനും അങ്ങനെ ഉപയോഗിച്ച് വന്ന ഒരു വേർഡാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടി പൊളിഞ്ഞു എന്നല്ലേ അർത്ഥം. യമണ്ടൻ എന്ന് പറഞ്ഞാൽ മണ്ടൻ എന്നാണോ അർത്ഥം? അതോ യമണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാം. സോ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ റോഷനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. റോഷൻ ഈ ബാക്കിലൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്, അവിടെ അതിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, നല്ല വെടിക്കട്ട ഫുഡായിരുന്നു. നാൻഡോസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു, തിരിച്ചു വന്നു. ഇനിയിപ്പം എനിക്ക് ഇനി യൂണിയൻ ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് ഈവനിങ്, അങ്ങോട്ട് പോകണം. അതാണ് മെയിൻ വൺ ഓഫ് ദ തിങ്. പിന്നെ വേറെ ഒരാളെയും കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. ആ 2 മീറ്റിങ്ങും കഴിഞ്ഞിട്ട് വേണം ഇന്ന് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട്. ഇന്ന് ചെല്ലുമ്പോൾ ലേറ്റ് ആവും, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മിക്കവാറും ലേറ്ററായിരിക്കും വരുന്നത്. സോ റോഷൻ, എന്താ പറയുന്നു? ലാസ്റ്റ് എന്താ ഉണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ? Yes, thank you so much. It's really amazing to be part of the whole, the whole video and all that, and also very high energy, Anna. Ethan media ഭയങ്കര എനർജിയാണ്. So let it go on, and I want to see great heights. Yeah, thank you so much. Very good, thank you. Okay brother, അപ്പോൾ ശരി, കാണാം. അപ്പോൾ ഒന്ന് see you. Okay, see you. God. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തിരിച്ചു പോകാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നാളെ ഞാൻ വേറെ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you on the next one.